ഷിപ്പിൽ ക്യാപ്റ്റൻ്റെ പെർ മന്ത് സാലറി എത്രയാണെന്ന് എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ടു ബി എക്സാക്ട് ഒരു 14,41,500 രൂപ. ഇതൊരു മിനിമം സാലറി ആയിട്ട് ഞാൻ പറയണം. ഇതിലും കൂടുതലായിരിക്കും മിക്ക കപ്പലുകളിലും. പിന്നെ ടാങ്കർ വെസൽസിൽ ഗ്യാസ് ടാങ്കറിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ബൾക്കി ആണെങ്കിൽ കണ്ടെയ്നർ ആണെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ അതിനനുസരിച്ച് മാറും. പക്ഷേ അതിങ്ങനെ ഒരു 13-14 ലക്ഷം മിനിമം ഉണ്ട്. അതായത് പെർ ഡേ ഒരു 50,000 രൂപയിൽ അവർ സമ്പാദിക്കുന്നുണ്ട് ഒരു ദിവസം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മാസ ശമ്പളമാണ് ഇവിടെ ഒരു ദിവസത്തെ സാലറി ക്യാപ്റ്റൻ്റെ. ഇവിടെ ഷിപ്പിൽ ഏറ്റവും ട്രെയിൻ ചെയ്തിട്ടൊരാളാണ്, അത് ആദ്യമായിട്ട് എടുത്ത കപ്പലുകളാണെങ്കിൽ അവൻ്റെ ശമ്പളം മിനിമം ഒരു 80,000 രൂപ മേലിലായിരിക്കും. ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാലറിയോട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട്, മർച്ചനയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വർഷത്തോളം എനിക്ക് തോന്നുന്നത് 1000-ൽ മുകളിൽ പിള്ളേരാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അത്രയും സപ്ലൈ ഉണ്ട്, പക്ഷേ ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഏജൻസ് ഉണ്ട്. ഇവന്മാരിടുന്ന് കളിക്കും, ഇവന്മാർ ചുമ്മാ പറ്റിച്ച് കാശുണ്ടാക്കും. കാരണം ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ കൊണ്ടുപോയി കുറേ കറക്കും, അവിടെ കൊണ്ടുപോക്കും. അത് കഴിഞ്ഞിട്ട് അവന്മാർ നിങ്ങളുടെ ഉള്ള കാശ് വാങ്ങി അവന്മാർ സ്കൂട്ടാവും. അതാകുമ്പോൾ പഠിച്ച കാശും പോയി, ഏജൻറ്റിന് കൊടുത്ത കാശും പോയി, ഒക്കെ പോയി. അവസാനം ഒന്നുമില്ലാണ്ട് വഴിയിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ അറിയാം, തിരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്, ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ ഞാനത് ഇതിനു മുമ്പ് വരുവാണെങ്കിൽ ഒരു വീഡിയോയിലിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല എവിടെയും. അതിനോട് പിന്നെയും പറയാൻ കാരണം പിന്നെ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെച്ചിട്ടാണ് ഈ സാധനം ഇതിനകത്ത് ആഡ് ചെയ്തത്. അതിനകത്ത് ഉണ്ട് എല്ലാവരുടെയും സാലറി, ഏകദേശം ഒരു ആവറേജ് സാലറി എത്ര കിട്ടുന്നുള്ളത്. ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും കണ്ടോട്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് വീഡിയോ എടുത്തിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം ഇതിനെപ്പറ്റി ശരിക്കും ഒന്ന് പഠിക്കുക. എന്നിട്ട് മാത്രം ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ എന്നിട്ട് മാത്രം ഇതിനകത്തേക്ക് എടുത്തിയാടാം. വെറുതെ ഈ റീൽസിൽ കുറേ ക്യാപ്റ്റൻ ആവാം, 10-25 ലക്ഷം ശമ്പളം സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ആരും ഇതിനകത്തേക്ക് വരണ്ട. വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് കളയാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. സോ പ്ലീസ് നിങ്ങളൊന്ന് നോക്കുക, ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങാൻ.